അച്ഛാ, ഈ മാസം അവസാനം നല്ലൊരു മുഹൂർത്തമുണ്ട്. കപിലിന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കേ. ബ്യൂട്ടിഫുൾ. ആരെ കാണണ്ടേ? നമസ്കാരം ആന്റി. നമസ്കാരം അങ്കിൾ. അല്ല, ആരെന്ന് മനസ്സിലായില്ല. ഐ എം അവിനാഷ്, നിങ്ങളുടെ ചേട്ടന്റെ ഫ്രണ്ട് മോഹൻ റാവുവിന്റെ മകൻ. ഓ, മോഹൻ റാവിന്റെ മകനാണോ? ചെറുപ്പത്തിൽ കണ്ടതല്ലേ. വാ, ഇരിക്കേ. നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട് മോനെ? ലാസ്റ്റ് ഇയർ ഹി പാസ്ഡ് അവേ. ഓ ദൈവമേ. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാലോ, നിങ്ങളുടെ ചേട്ടൻ, എന്റെ അച്ഛൻ, കമലാക്കർ, ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ചായ എടുത്തു. ആ, താങ്ക്സ് ആന്റി. ഇപ്പൊ ഞാൻ എന്തിനാ വന്നെന്ന് വെച്ചാ, നിങ്ങളുടെ ചേട്ടൻ എന്റെ അച്ഛന്റെ അടുത്തുനിന്ന് 50 lakhs കടമായി വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബോള് മതി നമ്മുടെ ജീവിതം മാറാൻ. കമോൺ. എന്താടാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ഒന്നുമില്ലടാ, പെട്ടെന്ന് കുറച്ച് കാശ് വേണം. ഇവരെയും ചീത്തയാക്കിയോ നീ? എടാ, ഇവൻ തന്ന കാശ് കൊണ്ടല്ലേ നിന്റെ ഈ ഇപ്പോഴത്തെ ബിസിനസ് തുടങ്ങിയത്. എവിടെ ഫുൾ സ്റ്റോപ്പ് വെക്കണം എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. പകരം കോമയിട്ടാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും നിങ്ങക്ക് തന്നെ അറിയാം. നാളെ രാവിലെ അയച്ചു തന്നേക്കാം. കാശ് വാങ്ങിയെന്ന് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തരാം. അതൊന്നും വേണ്ട, സൂക്ഷിച്ചിരിക്കെ. ഹലോ, നിന്നോടും കൂടിയാ. ഓക്കേ, നീ കെട്ടടാ. എന്താ 50 ലക്ഷോ? 50 lakhsോ? വേണമെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. വിറ്റ്നസ് വേറെ ആരുമല്ല, ആ കമലാക്കറാണ്. എന്താ, കമലാകരോ? നിങ്ങളുടെ ചേട്ടൻ ഇത്രയും കാശ് വാങ്ങാൻ കാരണം ആ കമലാക്കറാണ്. ബാഡ് ലക്ക്. നിങ്ങളുടെ ബ്രദർ വളരെ സെൻസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തത്. പക്ഷേ കമലാക്കർ എളുപ്പത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. 50 lakhsന്റെ ഇൻട്രസ്റ്റ് കൗണ്ട് ചെയ്ത 15 yearsന് എത്രയാകുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ക്യാഷ് എപ്പോ തരും? അല്ല, അത് മോനെ, ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഇത്രയും കാശ് എങ്ങനെയാ? ശരി, ഇൻട്രസ്റ്റ് വിട്ടേക്ക്. മുതൽ 50 ലക്ഷം രൂപ തന്നാ മതി. നോക്കു മോനെ, ഈ അടുത്താണ് എന്റെ മരുമകൾക്ക് ഒരു ഓപ്പറേഷൻ നടന്നത്. അതിനു മുൻപ് അറിയാം, മൈസൂരിലുള്ള കാഞ്ചനയുടെ വീട് നിങ്ങൾ വിറ്റു. കഷ്ടം തന്നെ. ആസ് എ വെൽവിഷറായി ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരട്ടെ. കാഞ്ചനയുടെയും എന്റെയും കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഡോക്യുമെന്റ്സ് കീറിക്കളഞ്ഞേക്കാം. ഇത് നിങ്ങൾക്ക് നിരസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. കോർട്ട് കേസ്, നിങ്ങളുടെ ചേട്ടന്റെ പേര് മീഡിയയിൽ വരുന്നത് കഷ്ടം. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ പോലുമില്ല. മോനെ, നെക്സ്റ്റ് സൺഡേ എന്റെയും കാഞ്ചനയുടെയും കല്യാണം. വാങ്ങിച്ചോളൂ, എന്റെ വെഡിങ് കാർഡാണ്. വരുമല്ലോ അല്ലേ? വന്നിരിക്കും. കൊച്ചച്ഛൻ. Mostly this one will be ready by the month end. ബോസ് അകത്ത് മീറ്റിംഗിലാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല. ഓ, ഐ വാണ്ട് ദിസ് ബ്ലോക്ക് ആൻഡ് ദിസ് ബ്ലോക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. പറയണ മനസ്സിലായില്ലടാ. ഓടാ. നിനക്ക് കൊള്ളുന്നുണ്ടല്ലേ? ഇറ്റ്സ് ബേഡിംഗ് റൈറ്റ്. പ്രിയയുടെ കാര്യത്തില് എനിക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രിയയോ? ആരാടാ പ്രിയ? ഓർമ്മയുണ്ട് നിനക്ക്?
പാനിപൂരിക്കാരന്റെ കയ്യില് 20,000 നീ കൊടുപ്പിച്ചില്ലേ? അതിന് ഹാഫ് ആൻ അവർ ബിഫോർ എന്താ സംഭവിച്ചെന്നറിയോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പ്രിയ. പക്ഷേ അതിനിടയ്ക്ക് എങ്ങനെയാ കല്യാണം? നമുക്കിപ്പോ 25 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയൊരു 5 to 6 ഇയർ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. വാട്ട് 5 to 6 ഇയേഴ്സോ? ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാ ഞാൻ നിന്റെ കീപ്പായിരിക്കണം എന്നാണോ പറയുന്നത്? Come on Priya, be practical. All these things are common today. അത് നിനക്ക് കോമൺ ആയിരിക്കാം, എനിക്കും എന്റെ ഫാമിലിക്കും അങ്ങനെയല്ല. And I'm done with you. I just hate you. Let's break up. Hey Priya, hey Priya, Priya, hey Priya. പ്രിയ 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 എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ എന്നെ ബ്രേക്ക് ചെയ്തിട്ട് പോയി. അതിന് കാരണം നീയാ. നിങ്ങൾ രണ്ടുപേരും എന്റെ ഈഗോയെ ടച്ച് ചെയ്തു. ആക്ച്വലി ശ്രീനിവാസ റാവു എന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് 50,000 മാത്രം. പക്ഷെ ഞാനൊരു ഫേക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ആ 50,000-ന് 2 സൈബർ ആഡ് ചെയ്ത് ജസ്റ്റ് 2 സൈബർ. ഇപ്പോ അത് 50 lakhs ആയിരിക്കാണ്. പക്ഷെ അതില് വിറ്റ്നസിന്റെ കയ്യൊപ്പ് ആരുടെയാണെന്ന് അറിയാമോ? നിന്റെ അച്ഛൻ്റെത്. അതെങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? സാർ എന്റെ ക്ലബിന്റെ ആനിവേഴ്സറി ആണ് സാർ. ആഹാ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 20,000 ബെറ്റ് വെക്കാം. ആണോ? എന്നാ ഇങ്ങനെ ഒപ്പിട്ടാക്കാം. അതെങ്ങനെയാണ് നിന്റെ അച്ഛന് ബെറ്റിങ്ങിലുള്ള ഭ്രാന്ത് ആ സമയത്ത് ഉണ്ടായത്? എന്തിലാ സൈൻ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. നിന്റെ അച്ഛൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്റെ ലൈഫ് ഇങ്ങനെയാടാ. ഈ ഡോക്യുമെന്റിന്റെ കോപ്പി എടുത്തോണ്ട് പോയി നിന്റെ അച്ഛനെ കൊണ്ടേ കാണിക്ക. പോ. ഷോക്കിൽ ചത്തുപോകുന്ന തോന്നേ. നിന്റെ കൺമുന്നിൽ വെച്ച് കാഞ്ചനയുടെ കഴുത്തിൽ താലി കെട്ടിയാലേ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ആവും. എന്റെ കല്യാണത്തിന്റെ ചീഫ് ഗസ്റ്റ് നീയാ. എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാനിപ്പോൾ ജീവനോടിരിക്കുന്നതിന്റെ കാരണം എൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛൻ ജീവനോടിരിക്കുന്നവരെ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. വാടോ അച്ഛ. ഹലോ. ആ മോനെ, എവിടെയാടാ ഉള്ളത്? പുറത്തുള്ള. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. എവിടെയുള്ള? ഗ്രീംസ് റോഡിലാ. പുതിയ ക്ലബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വരുമ്പോ കുറച്ച് പണമായിട്ട് വരണേ. ശരി, വരാം. സാർ നിങ്ങളുടെ 25,000 രൂപ തീർന്നു. ഓക്കെ ഓക്കെ, എന്റെ മോൻ വരുന്നുണ്ട്. എത്തിയോടാ? എടാ മോനെ, മോനെ ഒരു 5,000 ഉണ്ടേ നോട്ടെ. ബെറ്റില് ജയിച്ചോടനെ തന്നേക്കാം. 5,000 എന്തിനാ അച്ഛാ? 25,000 രൂപ തരാം. 25,000? ആ. മോൻ വന്നേ, ഇരിക്ക്, ഇവിടെ ഇരിക്ക്. ആ ഇരിക്ക്. എടാ കണ്ടില്ലേ, എന്റെ മോനെത്തി. 25,000 കെട്ടിക്കോ. അടിക്ക് അടിക്ക് അടിക്ക്. സാരമില്ല അച്ഛാ, ഈ പ്രാവശ്യം 6 അടിക്കും. 50,000 വെച്ചോ. എടാ നീ ഇങ്ങനെ എൻകറേജ് ചെയ്യണേ, ഈ ക്ലബ്ബ് തന്നെ നമുക്ക് വാങ്ങിക്കാലോ. That's a എടാ, spirit. 50,000. എന്റെ മോനിപ്പോ Yeah, നല്ല yeah. സമയമാ. 50,000 കെട്ടിക്കോ. 6. അയ്യോ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് പോയല്ലോ. ഏയ് അത് സാരമില്ല അച്ഛാ. അച്ഛൻ ജയിക്കണം, അത് ഞാൻ കാണണം. അതുകൊണ്ടാ കളിക്കാൻ വിടുന്നത്. അടുത്തത് 2 lakhs വെക്കാം. എടാ നമുക്ക് സമയം ശരിയല്ല, വന്നേ പോവാം. അതൊന്നും സാരമില്ല അച്ഛാ. ജസ്റ്റ് 2 lakhs വെക്കാം. 2 lakhs അല്ലേ? അത്രേ അല്ല, ഉള്ളൂ ചേട്ടാ. മോനെ, 2 lakhs. ഓക്കെ സാർ. അയ്യോ, ഛെ, ഛെ, ഛെ. ഞാൻ പറഞ്ഞില്ലേ സമയം ശരിയല്ല. നീ വന്നേ പോവാം. അച്ഛൻ ഇരിക്കേ. അച്ഛാ ജാക്ക് പോട്ട് അടിക്കാൻ പോകുന്നു. ഒരു ബെറ്റിൽ 5 ലക്ഷം അടിക്കാൻ പോകുന്നു. ഒരു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. ചേട്ടാ ചെക്ക് ഓക്കെ ആണോ? ചെക്ക് ഓക്കെ സാർ. ഏയ്, അതൊന്നും വേണ്ട. എടാ നിനക്കെന്താ വട്ടുണ്ടോ? എടാ ഇത് പോയാലും വീണ്ടും ചേർത്ത് വെക്കാലോ അച്ഛാ. സാരമില്ല. ഫ്ലാറ്റ് മേടിക്കാൻ നീ ചേർത്ത് വെച്ച പണമായത്. ചെക്കിലൊക്കെ എന്തിനാണ് ഇപ്പൊ ഒപ്പിടുന്നേ? ഓ അതെയോ? ഇതിലുള്ള കയ്യൊപ്പ് എന്താണ്? ഇത് ക്ലബ് മെമ്പർഷിപ്പിന് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തതല്ലേ, അത്രേ ഉള്ളൂ. നല്ലോണം നോക്ക്. ചീനു മോഹൻ റാവുവിന്റെ അടുത്ത് 50 ലക്ഷം രൂപ കടം വാങ്ങിച്ചിരിക്കുന്നു.
അതിന് ഞാൻ ഗ്യാരണ്ടർ ആയിട്ട് ഒപ്പിട്ടിരിക്കുന്നു. എടാ ഇതിലെന്തോ ചതിയുണ്ട്. നീ വന്നേ, ഞങ്ങൾ പോവാ. നീ വാന്ന് പറഞ്ഞില്ലേ, വന്നേ പറയാം. ചീനുവിനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ.